നമസ്തേ. നമസ്കാരം. മനോജി, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ഈ ഒരു രാജിയെക്കുറിച്ച് എന്താണ് ഇപ്പോൾ പറയാൻ തോന്നുന്നത്? രാജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നിരാശാജനകമായ വാർത്തയാണ്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി കൊണ്ടല്ല നിരാശാജനകം, ഇത്രയും നീട്ടിക്കൊണ്ടു പോകേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു ധാർമ്മികമായിട്ടുള്ളത്. അത് തന്നെ എടുത്തു പറയട്ടെ, ധർമ്മേന്ദ്ര പ്രധാൻ ഇക്കാര്യത്തിൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ ഈ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. ഇത് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം അനീഷയോടും കൂടി ഞാൻ പറയുകയാണ്. ആദ്യമേ തന്നെ ആ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തൊരു വ്യക്തിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിക്കാം. अत्यंत निंदनीय बात है। देखो, जो बच्चों की जान चली गई, इसके लिए हम भी जिम्मेवार है। हम उसको मैं कोई भी कैंपस की दायित्व में हूँ। पिछले 5 साल में भारत की शिक्षा विभाग के दायित्व में हूँ। जब भी किसी कैंपस में कोई छोटे बालिका या बालक की जान चली जाती है, मैं खुद को कोसता हूँ कि क्या व्यवस्था हम चला रहे हैं कि बच्चे की जान देना पड़ रहा है। इसलिए ये व्यापक प्रश्न है। इस प्रकार की घटना ना हो, ये सबसे दायित्व लेना पड़ेगा। समाज को दायित्व लेना पड़ेगा, शिक्षकों को दायित्व लेना पड़ेगा, परिवार को दायित्व लेना पड़ेगा, उस बच्चे की मनोबल को बढ़ाना पड़ेगा। इसको लेके मैं राजनीति करूं और विशेष करके परीक्षा के 2-3 दिन पहले मैं सूची निकालूं, इससे घिनौना काम कुछ नहीं हो सकता है। പലതവണ തത്വമീ ന്യൂസ് അത് കാണിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ഈ നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചുള്ള ആത്മഹത്യകൾ നടക്കുമ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും വിദ്യാർത്ഥി അത്തരത്തിൽ എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്താൽ ഞാൻ എന്നെ തന്നെയാണ് പഴിക്കുന്നത് എന്ന ധാർമ്മികമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് രാജ്യവിരുദ്ധ ശക്തികൾ ഈ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തെ ചൂഷണം ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു, അദ്ദേഹം അഴിമതിയുടെ കറ പുരളാത്ത ഒരു നേതാവ് തന്നെയാണ്, ഒരു മന്ത്രിയായിരുന്നു. കൃത്യമായിട്ട് പരീക്ഷാ നടത്തിപ്പിൻ്റെ ഒരു രീതി പുനർക്രമീകരണം നടത്തുന്നതിൽ അല്ലെങ്കിൽ പൂർണ്ണമായും പരിഷ്കരിക്കുന്നതിനുള്ളൊരു തുടക്കം അദ്ദേഹം തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ രാജിവെക്കുവാനായിരുന്നെങ്കിൽ ആദ്യമേ അതാകാമായിരുന്നു. ഇത്രയും വലിച്ചു നീട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു ക്ഷീണമെന്ന് പറയപ്പെടുന്ന ക്ഷീണമല്ല അത്. യഥാർത്ഥത്തിൽ ക്ഷീണമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലെ BJP അനുഭാവികളെയും RSS അനുഭാവികളെയും BJP ഇഷ്ടമുള്ളവരെ സംബന്ധിച്ച് മാത്രമാണ് പറയുന്നത്. അവരുടെ ഇടയിൽ വലിയൊരു നിരാശ ഇത് പടർത്തിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് എന്നിലും ഒരു ചെറിയ നിരാശയുണ്ട് എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് കണക്ക് കൂട്ടിയാൽ ഇനി അങ്ങോട്ടുള്ള കളികൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതിൽ ഒരു പക്ഷേ ആ കളികൾ പൂർണ്ണമായും ഇപ്പോൾ ആഘോഷിക്കുന്നവർക്ക് മനസ്സിലായി വരുമ്പോഴേക്കും വളരെ വൈകിപ്പോയിരിക്കും. അത് വരും ദിവസങ്ങൾ കാണാം. ചില കാര്യങ്ങൾ നമുക്ക് ഈ ചർച്ചയിൽ തന്നെ പറയാം, ചിലത് പറയുവാൻ ഇപ്പോൾ സമയമായിട്ടില്ല. എന്തായാലും അനുഭാവികൾ BJP അനുഭാവികൾക്ക് കൃത്യമായിട്ട് പാറ്റകളെ എതിർത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോരടിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് നിരാശാജനകമാണ്. ആ നിരാശയുടെ ഒരു ഭാഗം ഞാനും ഉൾക്കൊള്ളുന്നു. മറുവശത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിരുന്ന ഇപ്പോൾ നിരാശ പൂണ്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, അടിസ്ഥാനപരമായിട്ട് നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. ഈ സമരത്തെ അടിച്ചൊതുക്കണമെന്ന് കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നെങ്കിൽ കേന്ദ്രസേനയെ വിന്യസിക്കുകയോ പോലീസുകാരുടെ സഹായമില്ലാതെയോ തന്നെ വിദ്യാർത്ഥികളുടെ സമരത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ കൊണ്ട് തന്നെ നേരിടുവാനുള്ള ശക്തിയും ശേഷിയും RSS പോലൊരു പ്രസ്ഥാനത്തിന് ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ തന്നെ വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങളെ, ആശങ്കകളെ യഥാവിധി അഭിസംബോധന ചെയ്യുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നയം തന്നെയായിരുന്നു. പിന്നീട് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞൊരു കാര്യം വളരെ വ്യക്തമാണ്. ഈ സമരത്തിലേക്ക് രാജ്യവിരുദ്ധ ശക്തികൾ നുഴഞ്ഞു കയറി ദേശീയതയ്ക്കെതിരെ, ദേശത്തിനെതിരെ പ്രവർത്തിക്കുവാനുള്ള ഒരു ആയുധമാക്കി ഈ സമരത്തെ മാറ്റുന്നു എന്ന് കണ്ടപ്പോഴാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിയിലേക്ക് എത്തിയത്. ശരിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന് തന്നെ ശരിക്കും അതൊരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ പോലും ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ സമരത്തിൻ്റെ ഒരു തുടക്കം തന്നെ നീറ്റ് പരീക്ഷയുടെ പശ്ചാത്തലത്തിലാണ്. നീറ്റ് പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുള്ളൊരാവശ്യം ഈ അഭിജിത് ദീപ്കെ പോലെ ഒരാളെ മുൻനിർത്തി എന്ന് ഞാൻ പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നു. പാറ്റകളുടെ വിജയമാണ്, പാറ്റകളുമായിട്ട് കേന്ദ്ര സർക്കാർ കരാർ ഒപ്പുവെച്ചു എന്നൊക്കെ പറയുമ്പോഴും വ്യക്തിപരമായി ഞാൻ പറയുന്നു, അഭിജിത് ദീപ്കെ, അശുതോഷ് റാങ്കെ, സൗരവ് ദാസ്, ഇപ്പോൾ പുറത്തു പോയെന്ന് പറയുന്ന വിജേത ദാഹിയ, ഇവർ 4 പേരും
ദേശവിരുദ്ധ ശക്തികളുടെ കളിപ്പാവകൾ തന്നെയാണ്, ഇപ്പോഴും ദേശവിരുദ്ധ ശക്തികൾ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് സർക്കാർ ഇവരുമായിട്ടൊരു കരാറിൽ ഒപ്പുവെച്ചു? അവരാണിപ്പോൾ പ്രത്യക്ഷത്തിലുള്ളൊരു മുഖം. ആ മുഖങ്ങളുമായിട്ട് താൽക്കാലികമായിട്ടൊരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. താലിബാനുമായിട്ടൊരു കരാർ, പല കരാറുകളും ഒപ്പുവെച്ചിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ പലപ്പോഴും ഈ ഉൽഫ മിലിറ്റൻ ഗ്രൂപ്പുകളുമൊക്കെയായിട്ട് ചില സമയത്ത് വെടിനിർത്തൽ കരാറും അല്ലെങ്കിൽ ശാന്തിയുടെ കരാറുമൊക്കെ സർക്കാരുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അത് തന്നെ പ്രത്യേകിച്ച് BJP സർക്കാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഫലമെന്തായി? മാവോയിസ്റ്റുകളുടെ വേരറ്റു. ഈ കരാറും അങ്ങനെ കണ്ടാൽ മതി. അതിൻ്റെ കാരണങ്ങൾ നമുക്ക് ഈ ചർച്ചയിൽ കൂടുതൽ വിശദമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ പറയാം. എന്തായാലും ഇപ്പോൾ ഇതിൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഇതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആളുകളുടെ മനസ്സിലുള്ള ഒരു ഒലച്ചിലുണ്ട്. കാരണം ഇത്രയും ശക്തമായിട്ട് ഒരു ഉണർന്നെഴുന്നേറ്റ് ദേശീയതയ്ക്ക് വേണ്ടി നിന്നവരെ പറ്റിക്കുന്നത് പോലെയാണ് ഈ രാജി എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു സാമൂഹ്യ മാധ്യമങ്ങളിലെ ധാരണ. അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ആ നിരാശ ഞാനും ഉൾക്കൊള്ളുന്നു. അതാണ് ആദ്യത്തെ അഭിപ്രായം. വ്യക്തിപരമായി എനിക്കും ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഒട്ടും പ്രതീക്ഷയില്ല. പക്ഷെ അതിനേക്കാൾ സങ്കടം എന്ന് പറയുന്നത്, സങ്കടമല്ല, ഈ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ, അതായത് പാറ്റ പാർട്ടിക്കാരുടെ കമന്റുകൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്, മോദി സർക്കാരിനെ താഴെ ഇറക്കുകയാണ്, അതിലെ ഒന്നാമത്തെ വിക്കറ്റ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഘോഷമാണ്. അപ്പം ഇതൊക്കെ എന്തായിരിക്കും ഇനി അടുത്ത ഇവരുടെ നീക്കമെന്ന് നമുക്ക് എന്തെങ്കിലും? തീർച്ചയായിട്ടും അവരുടെ അടുത്ത ലക്ഷ്യം നരേന്ദ്രമോദിയല്ല, അവരുടെ എന്നത്തെയും ലക്ഷ്യം നരേന്ദ്രമോദി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞ ധർമ്മേന്ദ്ര പ്രധാൻ ആദ്യമേ രാജിവെക്കണമെന്നുള്ള അഭിപ്രായത്തിന് കോൺട്രഡിക്ടറി ആയിട്ടൊരു അഭിപ്രായം ഞാൻ പറയുമെന്ന്. ധർമ്മേന്ദ്ര പ്രധാൻ ആദ്യമേ രാജിവെച്ചിരുന്നെങ്കിൽ അവരുടെ ആവശ്യം നേരെ മോദി രാജിവെക്കണമെന്നുള്ളതായിരുന്നു. അല്ല, ഇപ്പൊ CJP സമരം അവസാനിപ്പിച്ചല്ലോ, ചർച്ച കഴിഞ്ഞു. ഇനി പല രീതിയിലും ഇതുപോലുള്ള പ്രക്ഷോഭങ്ങളെ ആവർത്തിക്കുവാൻ അല്ലെങ്കിൽ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യുവാനുള്ളൊരു പുനർരൂപീകരണം ചെയ്ത് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ പലയിടങ്ങളിലും നടന്നേക്കാം, ജന്തർ മന്തർ ആസ്ഥാനമായിട്ട് തന്നെ. അവിടെയാണ് ഈ കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികളുടെ, രഹസ്യാന്വേഷണ ഏജൻസികളുടെയും പോലീസ് വിഭാഗങ്ങളുടെയും ഒരു ചെറിയ രീതിയിലുള്ള പിഴവുണ്ടായത്. ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് നേരത്തെ അറിഞ്ഞില്ല എങ്കിൽ വലിയ പിഴവാണത്. അറിഞ്ഞിട്ടും പാർലമെൻറ്റ് മാർച്ചിൻ്റെ ഇത്രയും വലിയൊരു സംഘർഷഭരിതമായി നീക്കുവാൻ അല്ലെങ്കിൽ അതിലേക്ക് നീങ്ങുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് പിഴവ് തന്നെയാണ്. ആ പിഴവ് ഇനി അവർ ആവർത്തിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി വരുമ്പോൾ അത് മുളയിലേ നുള്ളുന്ന രീതികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും പോലീസ് സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നരേന്ദ്രമോദിയെ പ്രതി മറ്റ് നീക്കങ്ങൾ ഉണ്ടാകും. അതെല്ലാ കാലത്തും ഉണ്ടല്ലോ. 12 വർഷങ്ങളായി അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ. അത് ഇതുവരെ പോകുമെന്നുള്ള, കാരണം ഈ ലക്ഷ്യം നേരെ നരേന്ദ്രമോദിയിലേക്ക് അവർ വെച്ചിരുന്നെങ്കിൽ ഇത് തുടക്കത്തിലെ പരാജയപ്പെടാനുള്ളൊരു സാധ്യതയും ഉണ്ടായിരുന്നു. കാരണം നരേന്ദ്രമോദിയെ ഭാരതീയർക്കറിയാം. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ പാറ്റകളുടെ സമരവേദിയിൽ ഒരു വയോധികൻ അവരെ വീൽ ചെയറിൽ വന്നിട്ട് അവരെ അഭിനന്ദിക്കാനും അവരെ പ്രകീർത്തിക്കാനും മോദിയെ ഭർസിക്കാനുമായിരിക്കും വന്നതെന്ന് അവർ കരുതിയപ്പോൾ നരേന്ദ്രമോദിയെ നിങ്ങൾ ഭർസിക്കരുത്, അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയ നേതാവാണ് എന്ന് പറഞ്ഞ് വാഴ്ത്തിപ്പാടിയിട്ടാണ് പോയത്. അതാണ് നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണ, ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു പ്രതിച്ഛായ. അത് സത്യം തന്നെയാണ് താൻ. പക്ഷേ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലുള്ള മറ്റാൾക്കാരെക്കുറിച്ച് കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയില്ല. ധർമ്മേന്ദ്ര പ്രധാൻ എന്നുള്ള പേര് അത് ഈ RSSൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അതൊരു ഗുണവും ദോഷവുമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ ആരാണെന്നുള്ളത് ഈ അടുത്തിടയിലാണ് പലരും അറിയുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ എത്ര പേർക്ക് അറിയാമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ധർമ്മേന്ദ്ര പ്രധാൻ ആണെന്നുള്ളത്? പക്ഷേ ഒഡീഷയിലെ ഇത്രയും വലിയൊരു സംഘാടകനെ RSSകാർ ഒരിക്കലും പുറത്തറിയിക്കാറില്ല. ആവശ്യമുള്ള സമയത്ത് മാത്രമേ RSSകാർ രാഷ്ട്രീയത്തിലേക്ക് അവരുടെ ഒരു സംഘാടകനെയോ അല്ലെങ്കിൽ ഒരു സംഘപ്രവർത്തകനെയോ വിട്ടു നൽകാനുള്ളൂ. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത് അടിമുടി സംഘപ്രവർത്തകനാണ്. പിന്നീടാണ് അദ്ദേഹം രാഷ്ട്രീയക്കാരനും മന്ത്രിയുമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ പദവി നഷ്ടമെന്നുള്ളതിനേക്കാൾ പരമപ്രധാനമായിട്ട് രാജ്യം മുന്നിൽ വരുന്നത്. ഇത്രയും വളരെ സുഗമമായി തന്നെ യാതൊരു ഭീഷണികളോ അല്ലെങ്കിൽ, കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി നോക്കുകയാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാന് വിലപേശാനുള്ള ഒരുപാട് കാർഡുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് നരേന്ദ്രമോദി സർക്കാരിനോട്. കാരണം ഒരുപാട് MP അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ഒഡീസയിൽ അദ്ദേഹത്തിനുള്ള പിന്തുണ വളരെ വലുതാണ്. ഒഡീഷ കാലങ്ങൾക്ക് ശേഷം വളരെയധികം വലിയ പോരാട്ടങ്ങൾക്ക് ശേഷം BJP ബിജു പട്നായിക്കിൽ നിന്ന് പിടിച്ചെടുത്തൊരു സംസ്ഥാനമാണ്. അത് നഷ്ടപ്പെടുവാനുള്ളൊരു സാധ്യതയിലേക്ക് വരെ കൊണ്ടെത്തിക്കുവാനുള്ള ശക്തി ധർമ്മേന്ദ്ര പ്രധാനുണ്ട്. അതൊന്നും ചെയ്യാതെ അദ്ദേഹം പടിയിറങ്ങുകയാണ് നിശബ്ദനായിട്ട്. പാറ്റകളുടെ വിജയമാണോ? സമരം പ്രത്യക്ഷത്തിൽ വിജയം തന്നെയാണ്. കാരണം അവരുടെ ആവശ്യം അതായിരുന്നല്ലോ. ധർമ്മേന്ദ്ര പ്രധാൻ
രാജിവെക്കുക എന്നുള്ളത്. അത് കേരളത്തിലെ മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. മുട്ടുകുത്തി പാറ്റകൾക്ക് മുമ്പിൽ മോദി മുട്ടുകുത്തി, മോദി വിറച്ചു, മോദി സർക്കാരിന്റെ ആദ്യത്തെ പരാജയമാണ് പാറ്റാ ഷോക്ക്, മോദിക്ക് പാറ്റാ ഷോക്ക് എന്നൊക്കെ പറയുന്നു. അവരോട് ഒരു കാര്യം കൂടി പറയാം. മുൻപും പ്രക്ഷോഭങ്ങൾ പലതും നടന്നിട്ടുണ്ട്. മോദി സർക്കാർ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, രാജ്യസുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യം. ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ആർട്ടിക്കിൾ 370 ഇതിലും വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു, എടുത്തു കളഞ്ഞത് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, വലിയ പ്രക്ഷോഭങ്ങൾ, കലാപങ്ങൾ വരെ നടന്നു, ഇതുവരെ പിൻവലിച്ചിട്ടില്ല. പിൻവലിച്ചിട്ടുള്ളത് എന്താണ്? കർഷക നിയമം. അത് രാജ്യസുരക്ഷയുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. വിദ്യാർത്ഥികളുടെ ആശങ്ക, കൃത്യമായിട്ട് രാജ്യസുരക്ഷയെ ബാധിക്കാത്ത രാജ്യത്തെ ജനങ്ങളുടെ ആശങ്ക എല്ലാ കാലത്തും ഒരു അഭിസംബോധന ചെയ്യാനും അതിന് പരിഹാരം കാണുവാനും ഒരുങ്ങിയൊരു സർക്കാരാണിത്. പക്ഷേ രാജ്യസുരക്ഷയെ സംബന്ധിച്ചൊരു കാര്യം വരുമ്പോൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും മോദി സർക്കാർ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ഇത് മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ഈ ആഹ്ലാദിക്കുന്ന ഊറ്റം കൊള്ളുന്ന ആളുകളോടോ അല്ല ഞാൻ പറയുന്നത്. പ്രധാനമായിട്ട് ഇന്ന് വലിയൊരു വിഭാഗത്തിന് നിരാശ ബാധിച്ചിട്ടുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്, രാജ്യസുരക്ഷാ സംബന്ധിയായിട്ടുള്ള ഒരു കാര്യത്തിലും നരേന്ദ്രമോദി സർക്കാർ ഇന്നേ വരെ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. രാജ്യത്തെ ജനങ്ങളുടെ ആശങ്കയെ ചൂഷണം ചെയ്യാൻ രാജ്യവിരുദ്ധ ശക്തികൾ ഒരുങ്ങുമ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ ആശങ്കയെ പരിഹരിക്കാനുള്ള കാര്യം ഇവർ ചെയ്തിരിക്കും. കർഷക സമരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഉത്തർപ്രദേശിൽ 10 പേരുടെ മരണത്തിൽ ഇടയാക്കിയ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ഇവർ കൊണ്ടെത്തിച്ചു. അതോടുകൂടിയാണ് ഈ സംഘർഷം ഇനി വളർന്നാൽ രാജ്യവിരുദ്ധ ശക്തികൾ ഇതിൽ നുഴഞ്ഞു കയറി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഒരു ധാരണയിൽ, അല്ലെങ്കിൽ ആ ഒരു ധാരണയിൽ തന്നെ മോദി സർക്കാർ എത്തിയതും ആ നിയമങ്ങൾ പിൻവലിച്ച് മറ്റ് നടപടികളിലേക്ക് കാര്യങ്ങൾ കടന്നതും. ഇനി ഈ പാറ്റാ സമരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ 35 ദിവസങ്ങൾ നീണ്ട ഈ സമരത്തിൻ്റെ അവസാനം എങ്ങനെ പോയി? 20-ാം തീയതി പാർലമെൻറ്റിലേക്കുള്ള സൻസദ് ചലോ മാർച്ചിൽ വലിയ സംഘർഷങ്ങൾ നടന്നു. പോലീസുകാർ ആക്രമിക്കപ്പെട്ടു, പോലീസ് വാഹനങ്ങൾ തകർന്നു. ഇപ്പോൾ ആ കരാറിൽ അവർക്കെതിരെ കേസുകൾ എടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പ്രക്ഷോഭകർക്കെതിരെ കേസ് എടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഉറപ്പായിട്ടും ഞാനൊരു കാര്യം പറഞ്ഞുതരാം, വിദ്യാർത്ഥികൾക്കും സംഘാടകർക്കും എതിരെ കേസെടുക്കില്ല എന്നുള്ള വാചകമായിരിക്കും ഈ എഗ്രിമെൻറ്റിൽ വരാൻ പോകുന്നത്. സംഘാടകരല്ലാത്ത, വിദ്യാർത്ഥികളല്ലാത്തവർക്കെതിരെ കേസുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് യു.പിയിൽ ഇപ്പോഴേ അതിൻ്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. മുഹമ്മദ് ജുനൈദ് എന്നൊക്കെ പറഞ്ഞ് അവിടെ പക്കോട വിതരണം ചെയ്യാനുള്ള ഒരു വ്യക്തിയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പേരിലൊക്കെ നടപടികൾ ഉണ്ടാകും. അത് സംബന്ധിച്ച് നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യേണ്ടതുണ്ട്. കാരണം അതിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക ശാസ്ത്രം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ നടപടികൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ വിദ്യാർത്ഥികളുടെ ആശങ്ക എന്തായാലും തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടും. ഈ രഞ്ജിനി ഹരിദാസ് പോലുള്ള സെലിബ്രിറ്റീസ് ഒക്കെ പോയിരുന്നല്ലോ, അവർക്കെതിരെ NIA അന്വേഷണം വരുന്നുണ്ട് എന്നുള്ള രീതിയിലൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു. എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. രഞ്ജിനി ഹരിദാസിന്റെ മേലൊന്നും NIA അന്വേഷണമൊന്നും വരില്ല. പക്ഷെ രഞ്ജിനി ഹരിദാസിന്റെ പേരിൽ വ്യാജ വാർത്താ പ്രചരണത്തിനുള്ള കേസുകൾ വരാനുള്ള സാധ്യതകൾ വളരെയുണ്ട്. കാരണം NIA-യെ സംബന്ധിച്ച് രഞ്ജിനി ഹരിദാസൊക്കെ ഒരു രഞ്ജിനി ഹരിദാസൊക്കെ ഒരു ഭീകരപ്രവർത്തകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭീകരന്മാർ വല്ലോ കടലിലും ചാടി ആത്മഹത്യ ചെയ്താൽ മതി. കാരണം അടിസ്ഥാനപരമായിട്ട് ആലോചിച്ച് നോക്കും, ഇത്ര ഗതികെട്ട ഭീകരൻ ആരടാ ഈ ലോകത്ത്? കാരണം രഞ്ജിനി ഹരിദാസിനെ പോയി രഞ്ജിനി ഹരിദാസ്, ജ്യോതിക എന്നൊക്കെ പറഞ്ഞ പിന്നെയും ഉണ്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറച്ചും കൂടി ഒരു ഇതുള്ള വിസ്മയ മോഹൻലാൽ ഒന്നുമല്ലെങ്കിൽ പോലും മോഹൻലാൽ എന്നൊരു സർനെയിം ഉണ്ടല്ലോ, ആ സർനെയിം വെച്ചിട്ട് ഭീകരവാദികൾ അവരെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ അവരെ ഇക്കാര്യത്തിനായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന്, അങ്ങനെ ഒരു ആരോപണമല്ല ഞാൻ ഉന്നയിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ പോലും ഭീകരവാദികൾക്കൊരു അന്തസ്സുണ്ട്. രഞ്ജിനി ഹരിദാസിനെയൊക്കെ ഭീകരവാദികൾ അവരുടെ ആവശ്യങ്ങൾക്കായി ഉപകരിക്കുക എന്ന് പറയുന്നത്, ഇത് അടിസ്ഥാനപരമായിട്ട് പ്രസക്തി നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ചുരുക്കിൽ എനിക്ക് പ്രശസ്തിയിലേക്ക് വീണ്ടും വരണം, ഒരു 15 seconds ഓഫ് ഫെയിം അതിലേക്ക് എനിക്ക് തിരികെ വരണമെന്നുള്ള ആഗ്രഹത്തിൽ ഒരു പഴയ അവതാരിക, പ്രായമേറി, ആളും ആരവവും ഒക്കെ ഒഴിഞ്ഞുപോയി, ആരാധകരെ നഷ്ടപ്പെടുന്ന ഒരു അവതാരക, ഇനി പട്ടികളുടെ പേര് പറഞ്ഞ് തെരുവിലിറങ്ങിയാൽ സുപ്രീം കോടതി ചിലപ്പോൾ പിടിച്ച് അകത്തിടും. കാരണം സുപ്രീം കോടതി തന്നെ കർശനമായിട്ട് തെരുവ് നായ്കളെ നിയന്ത്രിക്കണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പട്ടിപ്രേമം കൊണ്ട് പുറത്തിറങ്ങാം ഇല്ല, അതുകൊണ്ട് പാറ്റാപ്രേമവുമായി ഇറങ്ങി, അത്രയേ ഉള്ളൂ. വ്യാജ വാർത്താ പ്രചരണത്തിൻ്റെ പേരിൽ ഒരു കേസ് വരും. അത് രഞ്ജിനി ഹരിദാസിനൊന്നും ഒരു പുത്തരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ജയിലിൽ ഒരു 10 ദിവസം കിടക്കേണ്ടി വന്നില്ല എങ്കിൽ അവരതും പ്രശസ്തിയാക്കും. പക്ഷെ 10 ദിവസം കിടക്കേണ്ടി വന്നാൽ, ജാമ്യം ലഭിക്കാതെ ഒരു 10 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നാൽ കളി മാറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AC ഇല്ലാതെ ഒരു ദിവസം എന്തെങ്കിലും ഇവർ ഈ പല ശീലിച്ച നല്ലതും കെട്ടതുമായിട്ടുള്ള പല ശീലങ്ങളുമുണ്ടല്ലോ, അതൊന്നും ഇല്ലാതെ ഒരു ദിവസം പോലും തള്ളി നീക്കാൻ ഇവർക്കൊന്നും സാധിക്കില്ല. അത്തരത്തിലുള്ളൊരു കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ അതൊന്നും ഇവിടെ വിഷയമേ അല്ലെന്നേ.
പാറ്റകൾ ഇനി അങ്ങോട്ടേക്ക് രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വിഷയം. കാരണം ഇതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് കേരളത്തിൽ ഉൾപ്പെടെ PSC സമരങ്ങൾ ഇതെല്ലാം യുവമോർച്ച കയ്യിലെടുക്കുകയാണെങ്കിൽ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ വിയർക്കും, വല്ലാതെ വിയർക്കും. കർണാടകയിൽ പേപ്പർ ചോർച്ചയുണ്ട്. അഭിഷേക് ദീപ്കെ ഉൾപ്പെടെയുള്ളവർ ഇനി നിരന്തരം അഭിമുഖീകരിക്കാൻ പോകുന്നൊരു ചോദ്യം, കർണാടകയിലെ പേപ്പർ ചോർച്ചയ്ക്കെതിരെ സമരം ചെയ്യുമോ, ജാർഖണ്ഡിലെ പേപ്പർ ചോർച്ചയ്ക്കെതിരെ സമരം ചെയ്യുമോ? നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരും. രാഷ്ട്രീയത്തിലേക്ക് അവർ ഇറങ്ങുകയാണെങ്കിൽ ഇതിനെല്ലാം അവർ ഉത്തരം പറയേണ്ടിയും വരും. തിരഞ്ഞെടുപ്പ് ഭൂമിക വരുമ്പോൾ BJP എന്താണ്, BJP ആരാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദി ആരാണ്, BJP എന്താണ്, RSS എന്താണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഭാരതത്തിൻ്റെ മുമ്പിൽ വെളിവായി വരും. ഭാരതത്തിൻ്റെ മുമ്പിലെന്നല്ല, ഈ ഭാരത വിരുദ്ധ ശക്തികളുടെ, ഭാരതത്തിനറിയാം കൃത്യമായിട്ട്, ഭാരതത്തിലെ ജനങ്ങൾക്ക്. പക്ഷെ അതുകൊണ്ട് നിരാശ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ശരിയാണ്, നിങ്ങൾക്ക് പലപ്പോഴും ആഗ്രഹമുണ്ടാകും. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ നമ്മുടെ എല്ലാം ആഗ്രഹം എന്തായിരുന്നു? ലാഹോറും കറാച്ചിയും ഇസ്ലാമാബാദും പിടിച്ചെടുക്കണം, അവിടം വരെ പോയി അടിച്ചു നിരത്തണം. അത് നടത്താതെ അവർ വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചപ്പോൾ നമ്മൾ വെടി നിർത്തി. അതിൽ നിരാശയുള്ളവർ പലരും ഉണ്ടായിരുന്നു. യോഗി ആയിരുന്നെങ്കിൽ ലാഹോറും ഇസ്ലാമാബാദും വരെ പോയി അടിച്ചേനെ എന്നൊക്കെ പറയുന്നവരുണ്ട്. യോഗി ആണെങ്കിലും അടിക്കില്ലെന്നേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുമ്പോൾ പലപ്പോഴും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല എന്ന്. അതിൽ തന്നെ ഉണ്ട് ആ വ്യത്യാസം. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾക്കും ചെയ്യുന്ന കാര്യങ്ങൾക്കും അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അത്രയും ഒരു തീക്ഷ്ണമായിട്ടുള്ള നടപടികൾ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ചെയ്യുവാൻ സാധിക്കില്ല. കാരണം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയെ നമ്മൾ ഒരു കാരണവരായിട്ടും മോദിജിയായിട്ടും ഒക്കെ കാണുമെങ്കിലും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു പദത്തിൻ്റെ ആ ഒരു മഹിമ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ളവർ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും 140 കോടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ളൊരു പ്രധാന സേവകനാണ്. ആ ഒരു സ്ഥാനമാണ്, അതിൻ്റെ ഒരു മഹത്വം അദ്ദേഹത്തിന് കാത്തു സൂക്ഷിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു അസഭ്യമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൂർച്ചയുള്ള ആക്ഷേപമോ, ആക്ഷേപങ്ങളുണ്ടാവും, പരിഹാസങ്ങളുണ്ടാവും. പപ്പുവിനെയൊക്കെ എടുത്തിട്ട് അലക്കാറുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഒരു അസഭ്യം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആകപ്പാട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു സാധാരണക്കാർ പറയുന്നത് പോലൊരു ഭാഷ എന്ന് പറഞ്ഞത് ചൗക്കീദാർ ചോർ ഹേ എന്ന് പപ്പുമോൻ നാട് മുഴുവൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു, ഞാനല്ല ചോർ, ഗലി ഗലി മേ ഷോർ ഹേ, ആപ്കെ പിതാ ചോർ ഹേ എന്നുള്ള മുദ്രാവാക്യം പണ്ട് മുഴങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ഞാനല്ല കള്ളൻ, നിൻ്റെ തന്തപ്പടിയാണ് കള്ളൻ എന്ന് ഗ്രാമ്യമായ ഭാഷയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇതാണ് അദ്ദേഹം പറയുന്ന പരമാവധി തീക്ഷ്ണമായ ഭാഷ. ആ മാന്യത അദ്ദേഹത്തിന് കാട്ടിയേ മതിയാവുള്ളന്നേ. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മൻമോഹൻ സിംഗ് ഒരു ദുർബലനാണെന്ന് പറഞ്ഞ നവാസ് ഷെരീഫിൻ്റെ പല്ലടിച്ച് കൊഴിക്കുമെന്ന് പറഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം. വല്ലതും പറഞ്ഞാൽ നീ വിവരം അറിയും, തൂ കോൻ ഹോത്താ ഹേ, ആ ഭാഷയാണ് ഉപയോഗിച്ചത് അദ്ദേഹം. ആ ഭാഷ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ സാധിക്കുമോ? അതേ നവാസ് ഷെരീഫിൻ്റെ മകളുടെ കല്യാണത്തിനാണ് പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം പോയത്. എന്നിട്ടെന്താ, പാകിസ്ഥാനോട് എന്തെങ്കിലും സമരസത്തിനോ സമവായത്തിനോ അദ്ദേഹം മുതിർന്നോ? ഇല്ല. നടപടികൾ വരും. യോഗി നാളെ പ്രധാനമന്ത്രി ആയാലും അദ്ദേഹം ഇപ്പോൾ നാളെ എന്ത് ചെയ്യും? പ്രധാനമന്ത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജന്തർ മന്ദറിൻ്റെ അവിടെ പ്രദർശനമോ അല്ലെങ്കിൽ പ്രതിഷേധമോ നടക്കുമ്പോൾ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ചെയ്യുന്ന പോലെ ബുൾഡോസർ കയറ്റുമോ? അവിടെ നടക്കില്ല, അത് ചെയ്യില്ല അവർ. പക്ഷേ നടപടികളിൽ വ്യത്യാസമുണ്ടാകും. വാജ്പേയി അല്ല നരേന്ദ്രമോദി അല്ല യോഗി. ഇനി വരാനിരിക്കുന്നത് വലിയ കൊടുങ്കാറ്റാണ് BJPയുടെ ഭാഗത്ത് നിന്ന്, അതിലൊരു സംശയവും വേണ്ട. ഇതിൽ തന്ത്രപ്രധാനമാണ്. പലരും തന്നെ പരിഹസിക്കുന്നുണ്ട്, മോദിജി എന്തെങ്കിലും കാണാതെ അത്തരത്തിലുള്ള ക്യാപ്സ്യൂളൊന്നും ഇവിടെ ചിലവാകില്ല. അതൊരു പിള്ളേരുടെ വാശിയാണ്. അടിസ്ഥാനപരമായിട്ട് ഈ ജന്തർ മന്ദറിലുള്ള പ്രതിഷേധത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ പാറ്റകൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്രയും പേരെ കൂട്ടാൻ സാധിച്ചെങ്കിൽ ഇപ്പോൾ മോദിജി അതിന് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാതെ പോലീസിനെ ഉപയോഗിച്ച് ഇവരെ അടിച്ചൊതുക്കണമെന്ന് പറയുന്നവർക്ക് എന്തുകൊണ്ടൊരു സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ തുടങ്ങി ജന്തർ മന്ദറിൽ ഇവർക്കെതിരെ പോയി ഒരു രാമനാമ ജപമോ ഹനുമാൻ ചാലീസയോ ആസൂത്രണം ചെയ്തുകൂടായിരുന്നു? BJPയുടെ ഒന്നും ഒരു പ്രതിഷേധം വേണ്ട. ഭാരതീയരായിട്ട് നിങ്ങൾ ചെന്നിരുന്നെങ്കിൽ മറ്റൊരു മുഖം തുറന്നേനെ, പ്രതിഷേധത്തിൻ്റെ മറ്റൊരു പോർമുഖം അവിടെ തുറന്നേനെ. അതാർക്കും തോന്നിയില്ലല്ലോ. അത് ചെയ്യാത്തത് നന്നായി. കാരണം കൂടുതൽ സംഘർഷഭരിതമായേനെ അവിടെ കാര്യങ്ങൾ. പക്ഷേ അത് ചെയ്യാത്തിടത്തോളം കാലം ഈ ഇത്തരത്തിൽ ശരിയാണ്, നിരാശ ബാധിച്ചാൽ തന്നെ അതൊരു ആക്ഷേപത്തിലേക്കും ഒക്കെ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് BJP അനുകൂലമായിട്ടുള്ള RSS അനുകൂലമായിട്ടുള്ള ഔട്ട്സ്പോക്കൺ പോലുള്ള ഗ്രൂപ്പുകളിൽ പലരും സുഡാപ്പികൾ വ്യാജനാമത്തിൽ കയറി ഇനി പാർട്ടിയെ നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ്
ഇതിൻ്റെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പേരെടുത്ത് പറയുന്നത് പ്രത്യേക ശ്രദ്ധ അതിലേക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. നിരാശ ബാധിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, പൊളിറ്റിക്സ് ഈസ് നോട്ട് എ മൂഡ്, ഇറ്റ്സ് എ മാൻഡേറ്റ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് വികാരമല്ല, അതൊരു വിധിയാണ്, വിധിയെഴുത്താണ്. ആ വിധിയെഴുത്ത് എങ്ങനെ എഴുതണമെന്നൊക്കെ അറിയാവുന്ന നല്ല കളിക്കാരാണ് അപ്പുറത്തുള്ളത്. ചില സമയങ്ങളിൽ ഇങ്ങനെ രാജിവെക്കുന്നത്, ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ, രാജിവെക്കുന്നതും വിട്ടുവീഴ്ച ചെയ്യുന്നതും ഒരു പരാജയമാണോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിൽ പരാജയമാണ്. പക്ഷേ ഒരു മര്യാദ കാത്തതായിട്ട് ഇങ്ങനെ പറയുന്ന ഒരു പോരിലുള്ള തോൽവി എന്ന് പറയുന്ന ഒരു മഹായുദ്ധത്തിലുള്ള തോൽവി അല്ല. കേന്ദ്ര സർക്കാരിന്റെ പരാജയമായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. കേന്ദ്ര സർക്കാരിന്റെ പരാജയമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ ആദ്യമേ ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തയാണെന്നേ. അദ്ദേഹം അത് രാജിവെക്കുന്നതിന് മുമ്പേ, അദ്ദേഹത്തിന് രാജിവെക്കാൻ ഒരു അവസരം കിട്ടുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് റീഷഫിൾ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് അവസരം കിട്ടുന്നതിന് മുമ്പേ ഇവർ പ്രതിഷേധത്തിലേക്ക് കുതിച്ചു, അത്രമാത്രം. പിന്നീട് ആ പ്രതിഷേധം വരുമ്പോഴത്തേക്ക് അതിലൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ബാധ്യത വരും. കാരണം ഈ പ്രതിഷേധത്തിൻ്റെ പേരിലാണ് രാജിവെച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, അതിലെനിക്കൊരു നിരാശയുണ്ടെന്ന്. കാരണം ആദ്യം അവർ പ്രതിഷേധത്തിലേക്ക് കുതിച്ച ദിവസം തന്നെ രാജിവെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോഴെന്തുകൊണ്ട് രാജിവെച്ചില്ല? ഈ പ്രതിഷേധത്തിൻ്റെ പേരിൽ രാജിവെക്കുന്നത് മാനക്കേടാണോ എന്നുള്ളൊരു ചിന്ത രാഷ്ട്രീയമായിട്ട് വന്നു. ഇപ്പോഴും ചെയ്തിരിക്കുന്നത് അത് തന്നെയല്ലേ, പ്രതിഷേധത്തിൻ്റെ പേരിൽ രാജിവെക്കുകയാണ്. അതാണ് പറഞ്ഞത്. ഞാൻ പൂർണ്ണമായിട്ടും ഇത് ചെയ്തത് ശരിയാണ്, ഇതിൻ്റെ പിന്നിലൊരു രാജതന്ത്രമുണ്ടെന്നല്ല പറയുന്നത്. ഇതൊരു 2 ചുവട് പിന്മാറ്റം തന്നെയാണ്. 2 ചുവട് പിന്മാറ്റം എന്നുള്ളത് ഈ പറയുന്ന പോലെ ജനറൽ മക്കർദനെ പോലുള്ള സേനാധിപന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു an inch given at dusk will be a foot gained at dawn എന്ന്. അതായത് നമ്മൾ ഇന്ന് സന്ധ്യയ്ക്ക് 1 ഇഞ്ച് വിട്ടുകൊടുത്താൽ നാളെ പ്രഭാതമാകുമ്പോഴേക്കും നമുക്ക് 1 അടി പിടിച്ചെടുക്കാമെന്ന്. അത്തരത്തിലുള്ളൊരു പിന്മാറ്റമായിട്ട് മാത്രം കണ്ടാൽ മതി. അതിനെ നിങ്ങൾ മറ്റേ പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്നുള്ള മാസ് ഡയലോഗൊന്നും വിട്ട് വൃത്തികേടാക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം കൃത്യമായിട്ട് കളിയറിയാവുന്നവരാണ് അപ്പുറത്തിരിക്കുന്നത്. അമിത്ഷാ ഇതുവരെ മിണ്ടിയിട്ടില്ല. യോഗി ആദിത്യനാഥ് ഈ ഒരു സമരത്തെക്കുറിച്ച് ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണാമെന്ന്. കാരണം അതിനൊരു പ്രവചനം പോലും സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു പിന്മാറ്റത്തിൽ ആരെയാണ് മുന്നിട്ടിറക്കിയത് ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്? മുൻ BJP അധ്യക്ഷനായിരുന്ന JP നദ്ദയെ. ഈ ചർച്ചയ്ക്ക് ആരാണ് വരുന്നതെന്നുള്ളതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നരേന്ദ്രമോദി ജന്തർ മന്ദറിൽ വന്ന് സംസാരിക്കണം, മോദിയുടെ രാജി വേണം അല്ല എന്നൊക്കെയുള്ള ആവശ്യങ്ങളുണ്ടായിരുന്നല്ലോ. എന്തായി? പോലീസ് സംവിധാനങ്ങൾ ഇവരോട് മാപ്പ് പറയണം, RAF മാപ്പ് പറയണം, ഇതെല്ലാം ആവശ്യങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നല്ലോ. എന്തായി? എന്തുകൊണ്ട് അതൊന്നും ഇപ്പോൾ അവർ മിണ്ടുന്നില്ല? ശരിയാണ്, പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് അവരുടെ പ്രധാന ആവശ്യം അവർ നേടിക്കഴിഞ്ഞു. ഇനി എന്ത്? ഇനി അവരുടെ മുമ്പിൽ എന്താണ് മാർഗം? അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? അത് അവരുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി ഇപ്പോൾ ഉയർന്നു നിർത്തും. ഇല്ലെങ്കിൽ BJP ഉയർത്തി നിർത്തും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താകും ഇതിൻ്റെ രാഷ്ട്രീയ കളികളെന്നുള്ളത് വരും ദിവസങ്ങളിൽ BJP എതിരാളികൾക്ക് കാണിച്ചു കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 12 വർഷമായി ഇവനെയൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ അങ്ങേരെന്തായാലും അത്ര മോശക്കാരനൊന്നും ആയില്ല. പിന്നെ ഇതിൻ്റെ എല്ലാം മറുവശത്ത് ഈ നിരാശ ബാധിച്ചിരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അവരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. കേരളത്തിലെ 20 സീറ്റുകളിൽ ഒരു 15 സീറ്റുകളും കൂടി നിങ്ങൾ BJPക്ക് കൊടുത്തിരുന്നെങ്കിൽ സഖ്യകക്ഷികളുടെ ദയവോടുകൂടി ഉള്ളൊരു മന്ത്രിസഭയാകില്ലായിരുന്നു ഇപ്പോൾ കേന്ദ്രത്തിൽ. പൂർണ്ണമായിട്ടും ഒരു ഭൂരിപക്ഷമുള്ളൊരു നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമാണ് ഇത്തവണത്തെ സർക്കാർ. ചില വിട്ടുവീഴ്ചകൾ ചെയ്തേ മതിയാകുകയുള്ളൂ. കാരണം സഖ്യകക്ഷികൾക്കും അവരുടേതായിട്ടുള്ള സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരും. ചന്ദ്രബാബു നായിഡു ആണെങ്കിലും നിതീഷ് കുമാർ ആണെങ്കിലും അവർ വളരെ വിശ്വസ്തരായ സഖ്യകക്ഷികൾ തന്നെയാണ്, അതിനും ഒരു സംശയമൊന്നുമില്ല. പക്ഷേ നിതീഷ് കുമാറിൻ്റെ ബീഹാറിലാണ് ഇന്ന് 8 ജില്ലകളിൽ വലിയ തോതിലുള്ള അക്രമവും കല്ലേറും ഉണ്ടായി, നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ആ തീരുമാനം വന്നത്. അത് ഞാൻ അവസാനത്തേക്ക് വെച്ചിരുന്നതാണ്. കാരണം രാജ്യവിരുദ്ധ ശക്തികൾ ഇതിലേക്ക് നുഴഞ്ഞു കയറി ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. തേജ് പ്രതാപ് യാദവിനെ, ലാലു പ്രസാദിൻ്റെ മകനെ പോലീസിന് ഇന്ന് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇവർ പദ്ധതിയിട്ടിരുന്നത് രാജ്യവ്യാപകമായി അവർക്ക് സാധിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ സാധിക്കുമെങ്കിൽ BJP ഭരിക്കുന്ന അല്ലെങ്കിൽ BJP സഖ്യത്തിൽ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ഏതിലെങ്കിലും വലിയ തോതിലുള്ള സംഘർഷമുണ്ടാക്കി ഏതെങ്കിലും തരത്തിലൊരു പോലീസ് വെടിവെപ്പ് ഉണ്ടാക്കി ഒരു 1-2 വിദ്യാർത്ഥികളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് മരണപ്പെട്ട് കിട്ടണം. അവരുടെ ആദ്യത്തെ ലക്ഷ്യം സോനം വാങ്ചുക്കിനെ രക്തസാക്ഷിയാക്കാനായിരുന്നു. കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് നേരെ അസഭ്യവർഷം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും CJPക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്.
അദ്ദേഹത്തിൻ്റെ തടി കേന്ദ്ര സർക്കാർ രക്ഷിച്ചു കൊടുത്തു. ഇനി അവരുടെ ആവശ്യം അടുത്ത ദിവസങ്ങളിൽ ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ നാളെ ബീഹാറിലോ അല്ലെങ്കിൽ ഒഡീസ പോലുള്ള ഏറ്റവും ചുരുങ്ങിയത് ജാർഖണ്ഡിലോ പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്കോ ഒരു വലിയ തോതിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടേനെ. പോലീസ് ഏതെങ്കിലും സംസ്ഥാനത്ത് നിറയൊഴിക്കുവാൻ നിർബന്ധിതരായേനെ. 1-2 പേർ മരിച്ചിരുന്നെങ്കിൽ ഈ പ്രതിഷേധത്തിൻ്റെ മാനം തന്നെ മാറിയേനെ. കാരണം ഇത് വികാരങ്ങൾ വെച്ചുള്ളൊരു കളിയാണ്, വിദ്യാർത്ഥികളുടെ വികാരങ്ങൾ വെച്ചുള്ളൊരു കളിയാണ്. 2 വിദ്യാർത്ഥികൾ, ഏതെങ്കിലും സാധാരണക്കാരായ 2 വിദ്യാർത്ഥികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പൊതുവികാരം സ്വാഭാവികമായി തന്നെ സർക്കാരിനെതിരാകും. അപ്പോൾ വലിയ സംഘർഷങ്ങളും വലിയ കലാപങ്ങളും ഉണ്ടാകും. ദേശീയ തലത്തിൽ തന്നെ BBC-യും അൽ ജസീറയും പോലുള്ള മാധ്യമങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ് ഈ ശവങ്ങൾ കുത്തിവലിക്കാൻ. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ എടുത്തു പറഞ്ഞത്, ദേശീയ സുരക്ഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്കും മോദി സർക്കാർ ഒരുങ്ങില്ല. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുന്നതും ദേശീയ സുരക്ഷയെ കാര്യമായി പരിഗണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രകടനം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണം തന്നെയാണ്. കാരണം പാറ്റകൾ വിജയിച്ചെന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചോളൂ. പാർട്ടി പോലെ വരാൻ ചാൻസ് ഒക്കെ ഉണ്ടോ? പുതിയ പ്രതിപക്ഷ പാർട്ടിയായിട്ട് ഇനി അങ്ങോട്ടേക്ക് പ്രതിപക്ഷം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെ കണ്ടറിയണം. 2029 പ്രതിപക്ഷം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെ കണ്ടറിയണം. CJP എവിടം വരെ പോകുമെന്നുള്ളത് നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. ആം ആദ്മി പാർട്ടി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പ്രത്യക്ഷത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആളുടെ പേരും ഞാൻ പറയാം, സന്ദീപ് MV എന്നൊരു ID ഉണ്ട്. സന്ദീപ് MV എന്നുള്ളൊരു ID ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രചാരകന്മാരിലുള്ള ഒരാളായിരുന്നു. ഗൾഫിലായിരുന്നു ആൾ ജോലി ചെയ്തിരുന്നത്. അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രവർത്തകനായിരുന്നു. അയാളുമായിട്ട് തർക്കിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 10 കൊല്ലത്തിനുള്ളിൽ ഡൽഹിയിലൊരു തട്ടുംപുറത്ത് മാത്രമുള്ളൊരു പാർട്ടിയായിട്ട് ഇത് ഒതുങ്ങും. ഡൽഹിയിലെ തട്ടുംപുറം അല്ലെങ്കിൽ പഞ്ചാബിലെ ഒരു തട്ടുംപുറത്തിലേക്ക് ആം ആദ്മി പാർട്ടി ഇന്ന് ഒതുങ്ങി. ഇന്ന് അതേ ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ പറയുന്നു, CJP എന്നുള്ളത് ആം ആദ്മി പാർട്ടിയുടെ ഒരു 2.0 വേർഷനാണ്. അതുകൊണ്ട് തന്നെ അവരിൽ രാജ്യവിരുദ്ധതയും ദേശവിരുദ്ധതയും കുറച്ചധികമായിരിക്കും. ഇപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, ആളുടെ പേരാണ് അഭിജിത് ദിപ്കെ, അശുതോഷ് റാങ്കെ, സൗരവ് ദാസ്, വിജയദ ദഹിയ, പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള യോഗേന്ദ്ര യാദവ് തുടങ്ങിയിട്ടുള്ള ഇവരുടെ ഗുരുക്കന്മാർ, ആത്മീയ ഗുരുക്കന്മാർ. സോനം വാങ്ചുക്കിൻ്റെ തൽക്കാലം ഞാൻ അതിൽ നിന്ന് മാറ്റുകയാണ്. സോനം വാങ്ചുക്കിൻ്റെ ഭാഗത്തുള്ള രാജ്യവിരുദ്ധത വേറൊരു വശത്ത് കിടപ്പുണ്ട്. സോനം വാങ്ചുക് ജി ആയിട്ടില്ല ഇതുവരെ, അങ്ങനെ ആക്കുകയും ചെയ്യരുത്. ഇവരെല്ലാവരും നല്ല രാജ്യവിരുദ്ധത ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരായതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് സുരാജ് പറയുന്ന പോലെ എത്രയൊക്കെ മാന്യത ഭാവിച്ചാലും ഉള്ളിലുള്ള ഫ്രോഡ് പുറത്ത് ചാടും. ആ സമയമാകുമ്പോൾ ജനങ്ങൾ തന്നെ അവരെ കൈകാര്യം ചെയ്തുകൊള്ളും. അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ. കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ കിട്ടിയതുപോലെ തന്നെ അഭിജിത് ദിപ്കെയ്ക്കും ഒരു തുടക്കം തന്നെ കിട്ടിയിട്ടുണ്ട്, കവാലം അടച്ചുള്ള ഒരു അടി. ഇനിയുള്ള ദിവസങ്ങളിൽ CJP ഭാരതത്തിൻ്റെ പ്രധാന പ്രതിപക്ഷമാകുമോ എന്നുള്ളത് ആത്മവിശ്വാസം ഏഷ്യാനെറ്റിന് നല്ലതാണ്. ഏഷ്യാനെറ്റിൻ്റെ ഫ്ലോറിൽ വന്നിരുന്ന പ്രതിപക്ഷം കളിക്കാനുള്ള ഒരു 4 പേരുടെ കസേര ഒരുക്കിയിട്ടുള്ളൂ. അവിടെ നിന്ന് ഉണ്ണി ബാലകൃഷ്ണനോ അല്ലെങ്കിൽ സിന്ധു സൂര്യകുമാറിനോ ഒക്കെ കവർ സ്റ്റോറി, ഇത്തവണത്തെ കവർ സ്റ്റോറിയിൽ നോക്കൂ, പാറ്റകൾ വിറച്ചു, ഭയങ്കര മറ്റേ മ്യൂസിക്കൊക്കെ ഇട്ട് ടട്ട എന്ന് പറഞ്ഞ് മ്യൂസിക്കൊക്കെ ഇട്ട് സിന്ധു സൂര്യകുമാർ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, പാറ്റകൾ കൊടി വീശുന്നു, പാറ്റകൾ മോദിയുടെ ചിത്രം കരളുന്നു. ഇതൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും കവർ സ്റ്റോറി വരാൻ പോകുന്നത്. അതിലൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, BJPയെ സംബന്ധിച്ച് അവിടെയും കിടക്കപ്പോൾ ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്ത് ഇല്ലെന്ന് പറഞ്ഞതുപോലെയാണ്. ഏഷ്യാനെറ്റ് എന്തെങ്കിലും പറഞ്ഞാൽ അതിനും സമാധാനം പറയേണ്ടത് BJPയാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല, എന്തിനാണ് വെറുതെ. അതെ, അപ്പോൾ അത് ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്ത് ഇല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഈ നീറ്റ് പരീക്ഷയുടെ പേപ്പർ ചോദ്യം സംബന്ധിച്ച് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് ഇതിലൊരു സകാരാത്മകമായ കാര്യമുണ്ട്. കാരണം മോദി സർക്കാരിൽ നിന്ന് സകാരാത്മകമായിട്ടുള്ള ഇത്തരം നടപടികൾ വിദ്യാർത്ഥികൾ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. യഥാർത്ഥ വിദ്യാർത്ഥികൾ, ഈ ഫ്രോഡുകളല്ല, വിദ്യാർത്ഥികൾ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. BJP മന്ത്രിമാരുടെ പുത്രിമാരും ഈ നീറ്റ് സമരത്തിൽ ഭാഗഭാക്കായിരുന്നു. പക്ഷേ നീറ്റ് സമരം എന്നുള്ളത് തന്നെ ഒരു സമരാഭാസമാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം നീറ്റ് പ്രക്രിയയെ, പരീക്ഷാ പ്രക്രിയയെ ക്രമീകരിക്കാനുള്ള, പരിഷ്കരിക്കുവാനുള്ള എല്ലാ നടപടികളും ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട് കഴിഞ്ഞു. 2027 പരീക്ഷ പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും. അതിൽ നിന്ന് ചോർച്ച ഒരു പരിധി വരെ തടയുവാൻ സാധിക്കും. നമ്മൾ തന്നെ വ്യക്തമായിട്ട് ഈ പരീക്ഷയുടെ ക്രമക്കേടുകൾ എങ്ങനെ, 3 ചോർച്ചകൾ നടന്നത് എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ മോദി സർക്കാരിൻ്റെ പുതിയൊരു നീക്കം, മോദി 4.0
കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഈ ദുരന്തറിലെ ഒരു ഡയലോഗുണ്ട്, തും ലോഗോं പട്ടാക്കെ ഖതം ഹോ ഗയാ തോ മേ അപ്നാ ധമാക്ക ശുറൂ കറൂം. നിങ്ങളുടെ പടക്കങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ ഞാനിനി എൻ്റെ ബോംബ് സ്ഫോടനങ്ങൾ തുടങ്ങട്ടെ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഇനി അങ്ങോട്ട് ബോംബ് സ്ഫോടനങ്ങൾ, രാഷ്ട്രീയ ബോംബ് സ്ഫോടനങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. പാർലമെൻറ്റ് ഇനി സംഘർഷഭരിതമാക്കുവാൻ അടുത്ത ആയുധവുമായിട്ട് പപ്പുവിനും കൂട്ടർക്ക് പിറകേണ്ടി വരും. അത് നേരെ ചെന്ന് നിൽക്കുന്നത് ഉത്തർപ്രദേശിലായിരിക്കും. അവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി ആയിട്ടില്ല, മുഖ്യമന്ത്രി യോഗിയാണ് അവിടെ ഇരിക്കുന്നത്. പുള്ളിക്ക് ഈ പ്രധാനമന്ത്രിയാകുമ്പോഴുള്ളൊരു കെട്ടുപാടൊന്നുമില്ല. ബുൾഡോസർ എന്ന് പറഞ്ഞാൽ അങ്ങേര് ബുൾഡോസർ തന്നെ കയറ്റും, ഒരു സംശയവും വേണ്ട. ഒന്നല്ല 2 എണ്ണം കയറ്റും അങ്ങേര്. ചിലപ്പോൾ ഒരെണ്ണം കൂടി എക്സ്ട്രാ ഒരു ഉറപ്പിന് കയറ്റിക്കോട്ടെന്ന് വിചാരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, മറ്റേ ചീഫ് സെക്രട്ടറിയെ വിട്ട് സുപ്രീം കോടതി ചീത്ത വിളിക്കുമ്പോൾ കൈയിട്ട് അതെ യുവർ ഓണർ, മാപ്പ് യുവർ ഓണർ, കുഴപ്പമില്ല, അടുത്ത തവണ നോക്കിക്കോളാം യുവർ ഓണർ, ഇപ്പം കയറ്റിയത് എന്തായാലും കയറ്റി, ക്ഷമിച്ചേക്കും യുവർ ഓണർ. ചീഫ് സെക്രട്ടറിയോട് എനിക്ക് തോന്നുന്ന യോഗി കേസ് കൊടുക്കുക എന്നല്ലെന്ന് സുപ്രീം കോടതി ചീഫ് സെക്രട്ടറിയെ വിളിച്ചത് നിരന്തരമായിട്ട് ശാസിക്കും. യോഗി എനിക്ക് തോന്നുന്നു ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, നിന്റെ പ്രധാന ജോലി ഇതാണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ ഇതാണ്. അപ്പോൾ എന്തായാലും നിരാശ വേണ്ട. മോദി ഹെ തോ മുൻകിൻ ഹെ, യോഗി ഹെ തോ ബിൽക്കുൽ മുൻകിൻ ഹെ. അമിത്ഷായുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യവുമില്ലല്ലോ. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കൂ. ദ ഗെയിം ബിഗിൻസ് നൗ. അത്രയേ ഉള്ളൂ ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും വരും. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നന്ദി, നമസ്കാരം.